ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയും ചിക്കൻ ചില്ലിയുമാണ്. അതിനായി ആദ്യം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. പിന്നീട് നീരുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ ഒക്കെ മുറിച്ച് വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ വെച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ ജിഞ്ചറും കൂടി ഇടുക, ഗാർലിക്കും ഇടുക. പിന്നെ പച്ചമുളക് എന്നിവയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തിരുന്ന നീരുള്ളി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം എല്ലാം ഇട്ട് മിക്സ് ചെയ്യാം. നേരത്തെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചിക്കൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ആയ ചിക്കനെല്ലാം കൂടെ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മസാലയിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി, ആഡ് ചെയ്യാം. പിന്നെ സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇങ്ങനെയുള്ള എല്ലാത്തരം സോസുകളും കൂടി നമുക്ക് ഇതിലോട്ടിടാം. ഇവയെല്ലാം ഇട്ടാൽ ചില്ലി നല്ല അടിപൊളിയാവും. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളം കൂടി ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിലോട്ടിടാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരമായപ്പോൾ നല്ലൊരു സ്റ്റീംഡ് ബനാനയും നല്ലൊരു കട്ടൻ ചായയും കുടിച്ചു. ബട്ടൂരയ്ക്കുള്ള മാവ് നേരത്തെ തയ്യാറാക്കിയിരുന്നു. അത് നമുക്കൊരു ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം, കോരിയെടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, അസ്സലാമു അലൈക്കും.